നമസ്കാരം. ഡിജിറ്റൽ പ്ലാനറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സഹകരണ സർവീസ് എക്സാമിനേഷൻ ബോർഡ് വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ജൂനിയർ ക്ലർക്ക്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് സെക്രട്ടറി എന്നീ പോസ്റ്റുകളിലാണ് നിയമനം. കേരളത്തിലെ സഹകരണ മേഖലയിൽ സർക്കാർ ജോലി നേടുന്നവർക്ക് ഇത് ഒരു മികച്ച അവസരമാണ്. യോഗ്യത, തെരഞ്ഞെടുപ്പ് പ്രക്രിയ, അപേക്ഷാ ഫീസ്, അപേക്ഷിക്കേണ്ട വിധം എന്നിവയെക്കുറിച്ച് വിശദമായി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ പോസ്റ്റ് നോക്കാം. വിവിധ സഹകരണ ബാങ്കുകളിലായിട്ടുള്ള ഒഴിവുകളാണ് ഉള്ളത്. ഇനി വിദ്യാഭ്യാസ യോഗ്യതയെപ്പറ്റി നോക്കുകയാണെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും 50% മാർക്കോടെ ബിരുദവും കോർപ്പറേറ്റീവ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ഒരു യോഗ്യതയും കൂടി ഉണ്ടായിരിക്കണം. അതായത് ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ HDC കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് യൂണിയനിൽ നിന്ന് ഉണ്ടായാൽ നമുക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ HDC ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സ് NCCTയിൽ നിന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതും അല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ BSc ആൻഡ് MSc ഇൻ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. 18നും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. SC STക്കാർക്ക് 5 വർഷം ഇളവുണ്ടായിരിക്കും. അതേപോലെ OBC, എക്സ് സർവീസ്മാൻ, EWS ഇവർക്ക് 3 വർഷം വരെ ഇളവുണ്ടായിരിക്കും. വിധവകൾക്ക് 5 വർഷം ഇളവ്. അതേപോലെ 40%-ലധികം വൈകല്യമുള്ള ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിനേഷനാണ്. കോർപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും ഫസ്റ്റ് സ്റ്റേജായിട്ട് വരുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്താണ്? ഇൻ്റർവ്യൂ ആണ്. അപ്പം സിലബസ് വരുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അവയർനെസ്, മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഇതായിരിക്കും സിലബസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓൺലൈൻ എക്സാമിനേഷൻ പാസ്സായവർക്ക് ഇൻ്റർവ്യൂവിനായിട്ട് പോകാനായിട്ട് സാധിക്കും. അവരെ ഇൻ്റർവ്യൂവിനായിട്ട് സെലക്ട് ചെയ്യും. എക്സാമിനേഷൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ്, മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ ഫീസ് വരുന്നത് ജനറൽ വിഭാഗത്തിന് 150 രൂപ ഫീസും SC STക്ക് 50 രൂപ ഫീസുമാണ് വരുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് നമുക്ക് ഓൺലൈനായിട്ടും അടയ്ക്കാം, ട്രഷറി ചെല്ലാനായിട്ടും അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ആദ്യം എന്ത് ചെയ്യുക? ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തുക. ദെൻ നിങ്ങളുടെ പ്രൊഫൈലിലൂടെ ഓൺലൈനായിട്ട് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി രജിസ്ട്രേഷൻ നടത്തിയവരാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിലൂടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്ന് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 30. പരീക്ഷാ തീയതിയൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ അപേക്ഷയുടെ കോപ്പിയും പേയ്മെൻറ്റ് രസീതും സൂക്ഷിച്ച് വെക്കുക. നെക്സ്റ്റ് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ പോസ്റ്റാണ്. അതിൽ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം ഉണ്ടായിരിക്കണം. അതേപോലെ കേരള സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി നേരത്തെ പറഞ്ഞതുപോലെ 18നും 40 വയസ്സിനും ഇടയിലായിരിക്കണം. SC STക്ക് 5 വർഷവും, OBC, EWS, എക്സ് സർവീസ്മാൻ ഇവർക്ക് 3 വർഷവും, വിധവകൾക്ക് 5 വർഷം, 40%-ലധികം വൈകല്യമുള്ള ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. അടുത്തത് ജൂനിയർ ക്ലർക്കിൻ്റെ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും കൂടാതെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ പാസ്സായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കാസർഗോഡ് ജില്ലയിൽ റിസർവേഷനുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ഫെഡറേഷൻ നടത്തുന്ന GDC കോർപ്പറേറ്റീവ് ഡിപ്ലോമ കോഴ്സ് പാസ്സായവർക്ക്, അതേപോലെ കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന JDC പാസ്സായവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ BCom വിത്ത് കോർപ്പറേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. KSCU നടത്തുന്ന HDC അല്ലെങ്കിൽ HDC ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. NCCT എന്ന കേന്ദ്ര സഹകരണ പരിശീലന കൗൺസിൽ നടത്തുന്ന 1 വർഷത്തെ റെഗുലർ ട്രെയിനിങ് കോഴ്സ് പാസ്സായവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതേപോലെ KAU നടത്തുന്ന BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ കുറച്ചുകൂടി സാധ്യത ലഭിക്കുന്ന ബിരുദങ്ങളാണ്. ജോലിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി സാധ്യത ലഭിക്കുന്ന ബിരുദങ്ങളാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞതല്ല.
നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെയാണ്. അതിന് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് MCA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതിൽ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ സമാനമായ പോസ്റ്റ് കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഈ പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാം. നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് സെക്രട്ടറിയുടെയാണ്. സെക്രട്ടറിയുടെ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി കൂടാതെ HDC ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതിൻ്റെ എക്സ്പീരിയൻസ് വന്നിട്ട് കോർപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അതിന് മുകളിലായ പദവിയിൽ 7 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് കാർഷിക സർവകലാശാലയിൽ നിന്ന് അതിന് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. MCom വിത്ത് ഫിനാൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതേപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇവർക്ക് ബാങ്കിങ് മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അതുപോലെ BCom കോർപ്പറേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അവർക്ക് കോർപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അതിന് മുകളിലായ പദവിയിൽ 7 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ഇങ്ങനെ ഓരോ യോഗ്യതയ്ക്കനുസരിച്ച് 3 വർഷം മുതൽ 7 വർഷം വരെ ബാങ്കിങ് മേഖലയിൽ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അതിന് മുകളിലായ പദവിയിൽ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ആദ്യം നിങ്ങളുടെ യോഗ്യത ഉറപ്പുവരുത്തുക. സമയം തീരുന്നതിന് മുമ്പ് അപേക്ഷിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 30 അപ്പോൾ അപേക്ഷയുടെ കോപ്പിയും പേയ്മെൻറ്റ് രസീതും സൂക്ഷിച്ചു വയ്ക്കുക. കേരളത്തിലെ സഹകരണ മേഖലയിലെ ഒരു മികച്ച അവസരമാണിത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.